മനുഷ്യൻ ഒരു സാമൂഹ്യ മൃഗമാണ്. എന്നാൽ സമൂഹത്തിന് അതേ മനുഷ്യനെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ക്രൂര മൃഗമായി മാറാനും കഴിയും. ഒരു വ്യക്തി സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കും ധാർമ്മികതയ്ക്കും മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ തലകുനിക്കുമ്പോൾ എല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് അറിഞ്ഞിട്ടും പതുക്കെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ഇരയായി മാറുന്നു. തികച്ചും മികച്ച ഒരു കലാരൂപം. പാരമ്പര്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട വിഹ്വലതകളിൽ ഉഴലുന്ന ബാലൻ മാഷ് മലയാള ചലച്ചിത്ര ലോകത്ത് പുതിയ ഒരു അനുഭവമായിരുന്നു. മനുഷ്യത്വത്തിൻ്റെ കഥകൾ മാത്രം പറഞ്ഞ ലോഹിതദാസ് തിരക്കഥാകൃത്തായി അരങ്ങേറ്റം കുറിച്ച സിനിമയായിരുന്നു തനിയാവർത്തനം. ലോഹിതദാസിനെ സിബി മലയിലിന് പരിചയപ്പെടുത്തിയത് മലയാളത്തിൻ്റെ മഹാനടൻ തിലകനായിരുന്നു. അവരുടെ ആത്മബന്ധവും സൗഹൃദവും നിരവധി അവിസ്മരണീയ ചിത്രങ്ങൾക്ക് കാരണമായി. അന്ധവിശ്വാസങ്ങളിലുള്ള ആളുകളുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും സഹാനുഭൂതി ഇല്ലായ്മയുടെയും ഫലമായി കുടുംബത്തിലുണ്ടാകുന്ന മനസ്സിനെ മരവിപ്പിക്കുന്ന പ്രശ്നങ്ങളെ ചിത്രം പുറത്തു കൊണ്ടുവന്നു. ബാലൻ ഒരു ചിത്രകലാ അധ്യാപകനാണ്. മനോരോഗിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീധരൻ അമ്മാവൻ ഉൾപ്പെടെ തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു. മാനസിക രോഗം പാരമ്പര്യമാണെന്നും പൂർവികർ ചെയ്ത പാപങ്ങൾ മൂലമാണ് ഉണ്ടായതെന്നും കുടുംബാംഗങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ബാലൻ്റെ സഹോദരൻ ഗോപിയൊഴികെ മറ്റാരും ഇതിനെക്കുറിച്ച് ശബ്ദമുയർത്താൻ ആഗ്രഹിക്കുന്നില്ല. ബാലൻ ഈ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും വീട്ടിൽ പതിവായി പൂജകൾ നടത്തണമെന്ന കുടുംബത്തിൻ്റെ അഭ്യർത്ഥനകൾക്ക് അദ്ദേഹം വഴങ്ങുന്നു. ഒരു ദിവസം ശ്രീധരൻ അമ്മാവൻ്റെ കാലിൽ നിന്നും രക്തം വരുന്നത് കണ്ട ബാലൻ അദ്ദേഹത്തെ ചങ്ങലയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. അദ്ദേഹം അന്ന് ഏറെ സന്തോഷവാനായി പാടുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പിറ്റേന്ന് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അമ്മാവൻ മരിക്കുമ്പോൾ പാരമ്പര്യമായി ലഭിക്കുന്ന അസുഖമായതിനാൽ ഭ്രാന്തിൻ്റെ പ്രതീകമായ മുറിയിൽ ആരാണ് പ്രവേശിക്കേണ്ടതെന്ന് കുടുംബത്തിനും സമൂഹത്തിനും ആശങ്കയുണ്ടായി. വിഗ്രഹാരാധന പുരാതന കാലം മുതൽ ഒരു സാധാരണ ആചാരമാണ്. തികച്ചും സാധാരണ സംഭവങ്ങൾക്ക് വിഗ്രഹങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ബാലൻ അത് കഠിനമായി അനുഭവിക്കുന്നു. ആ രാത്രി ബാലന് ഉറങ്ങാൻ കഴിയുന്നില്ല. ദുസ്വപ്നത്തിൽ ബാലൻ ചങ്ങലകളുടെ മുഴക്കം കേട്ട് ഉണരുന്നു. ബാലന് പതുക്കെ മാനസിക നില നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശ്രീധരൻ്റെ മരണശേഷം ബാലൻ്റെ ഊഴമാണെന്ന് വിശ്വസിക്കുന്ന മുത്തശ്ശി എല്ലാ കുടുംബാംഗങ്ങളോടും അനന്തരഫലങ്ങൾ നേരിടാൻ മാനസികമായി തയ്യാറാകാൻ ആവശ്യപ്പെടുന്നു. പതുക്കെ വാർത്ത ഗ്രാമത്തിലെത്തി. ആളുകൾ സംശയാസ്പദമായ കണ്ണുകളോടെ ബാലനെ നോക്കാൻ തുടങ്ങി. ഹെഡ് മാസ്റ്റർ പോലും വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങിയത് ബാലനെ പ്രകോപിപ്പിച്ചു. ബാലൻ്റെ ആത്മസംയമനം നഷ്ടപ്പെട്ടു. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. തൻ്റെ വിദ്യാർത്ഥികൾ ബാലൻ മാഷിനെ പ്രാന്തൻ എന്ന് വിളിച്ചത് സഹിക്കാനായില്ല. പക്ഷേ ബാലൻ ഭ്രാന്തനെന്ന് വിശ്വസിക്കാൻ ഭാര്യ ഇന്ദുമാത്രം വിസമ്മതിച്ചു. പക്ഷേ പൂജകൾ നടത്താൻ ആഗ്രഹിക്കുന്ന മുതിർന്നവരെ അവൾ എതിർക്കുന്നില്ല. സ്വന്തം മക്കൾ ബാലൻ്റെ അടുത്തേക്ക് വരാൻ ഭയപ്പെട്ടു. ബാലൻ വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം അമ്മാവൻ്റെ ഇടയ്ക്ക വായിക്കാൻ തുടങ്ങി. തൻ്റെ സഹോദരൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഗോപിക്ക് വളരെയധികം സഹതാപം തോന്നി. ഗോപി ബാലനെ സുഹൃത്തായ മനോരോഗ വിദഗ്ധൻ്റെ അടുത്തു കൊണ്ടുപോയി. എന്നാൽ അവിടം ബാലനെ അസ്വസ്ഥനാക്കി. ബാലന് അസ്വാസ്ഥ്യമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. എന്നാൽ വീട്ടിൽ സഹോദരി സുമിത്രയുടെ വിവാഹ ചർച്ചകൾ നടക്കുകയായിരുന്നു. ഗോപി ബാലനെ അയൽക്കാരനാണെന്ന് പരിചയപ്പെടുത്തി. ബാലൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപമാനഭാരത്തോടെ ബാലൻ അവിടെ നിന്നും പോരുന്നു.
ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ദേവീപ്രീതിക്കായി നടത്തുന്ന ആചാര ദിവസം ബാലൻ്റെ അമ്മ ബാലൻ കഴിക്കുന്ന ആഹാരത്തിൽ വിഷം ചേർക്കുന്നു. ആദ്യം അന്നം നൽകിയ കൈ തന്നെ ബാലൻ്റെ അവസാന അന്നവും തീരുമാനിക്കുന്നു. ഈ ഹീനമായ പ്രവൃത്തിക്ക് സ്വയം ക്ഷമിക്കാൻ കഴിയാത്തതിനാൽ അമ്മയും ഈ ലോകത്തോട് വിട പറയുന്നു. സമകാലിക എഴുത്തുകാർ ഈ സാഹചര്യം ഏറ്റെടുത്ത് നായകൻ സാഹചര്യങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു കഥാതന്തു നിർമ്മിക്കുമായിരുന്നു. എന്നാൽ ലോഹിതദാസ് അതിൽ നിന്നും വ്യത്യസ്തനായി. അന്ധവിശ്വാസങ്ങളെ ചെറുക്കാൻ ശ്രമിക്കുന്ന നായകൻ്റെയും യാഥാർത്ഥ്യബോധമുള്ള യുവതലമുറയുടെ നിസ്സഹായതയെയും ചിത്രീകരിച്ചു. അങ്ങനെ ആ മഹാനടൻ്റെയും മറ്റു നടീനടന്മാരുടെയും ഇതിഹാസ പ്രകടനം കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിലൊന്നായി തനിയാവർത്തനം വേറിട്ടു നിൽക്കുന്നു.